തദ്ദേശ വാർഡുകളിലേക്ക് ഇന്ന് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. 28 വാർഡുകളിലാണ് ഇന്ന് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. രാവിലെ 7 മുതൽ വൈകിട്ട് 6 മണി വരെയാണ് വോട്ടെടുപ്പ്. അത് കാസർഗോഡ് ജില്ലയിലെ മടിക്കൈ പഞ്ചായത്തിലെ കോളിക്കുന്ന്, കയ്യൂർ ചിമനി പഞ്ചായത്തിലെ പള്ളിപ്പാറ വാർഡുകളിലെ സ്ഥാനാർത്ഥികൾ നേരത്തെ തന്നെ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു എന്ന വാർത്ത കൂടി അനുബന്ധമായി വായിക്കേണ്ടതാണ്. തിരുവനന്തപുരത്ത് നിന്നും വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത് വി ജയശങ്കറാണ്. ജയശങ്കർ, ഇനി 28 തദ്ദേശ വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ എന്തൊക്കെയാണ് അവിടെ നിന്ന് നൽകാനുള്ള വിവരങ്ങൾ? ക്രിസ്റ്റീന, ഗുഡ് മോർണിംഗ്. എന്തായാലും ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. പക്ഷേ ഇത് രാഷ്ട്രീയപരമായി പഞ്ചായത്തുകളിൽ, തദ്ദേശ സ്ഥാപനങ്ങളിൽ, മുന്നണികളെ സംബന്ധിച്ച് ഇത് വലിയ പ്രതിഫലനം സൃഷ്ടിക്കില്ല. സാങ്കേതികമായി ഒഴിവന്ന സ്ഥാനങ്ങളിലേക്കാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വിജ്ഞാപനം അനുസരിച്ച് 30 വാർഡുകളിലേക്കായിരുന്നു ഇത്തരത്തിൽ വിജ്ഞാപനം പുറത്തിറക്കിയത്. പക്ഷേ അതിൽ 28 ഇന്ന് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഈ രണ്ടിടങ്ങളിൽ, കാസർഗോഡ് ജില്ലയിൽ നേരത്തെ സൂചിപ്പിച്ച രണ്ടിടങ്ങളിൽ സ്ഥാനാർത്ഥികൾ എതിരില്ലാതെ വിജയിച്ചു. ഇതോടുകൂടിയാണ് ഇത്തരത്തിൽ 28 ഇടങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് മാറിയത്. എന്തായാലും സംസ്ഥാനത്ത് ആകെ 22 വാർഡുകളിലായി ആകെ 87 സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടുന്നത്. 77 പോളിംഗ് സ്റ്റേഷനുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. രാവിലെ 7 മണി മുതലാണ് പോളിംഗ്. രാത്രി വരെ ഈ പോളിംഗ് നീണ്ടു നിൽക്കും. എന്തായാലും രാവിലെ 7 മണി മുതൽ ആളുകൾ പോളിംഗ് സ്റ്റേഷനിലേക്ക് എത്തുമെന്നൊരു പ്രതീക്ഷയാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനുള്ളത്. എന്തായാലും അതിനി കുറച്ച് മിനിറ്റുകൾ കൂടി മാത്രമേ ഉള്ളൂ. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ വരാനിരിക്കുകയാണ്. അത് സംബന്ധിച്ച് മുന്നണികളെ സംബന്ധിച്ച് ഇതൊരു സെമി ഫൈനൽ കൂടിയാണ്. കാരണം തങ്ങളുടെ സ്വാധീനം ഏത് തരത്തിൽ പ്രാദേശിക തലത്തിലുണ്ട് എന്നൊരു വിലയിരുത്തലിലേക്കൊക്കെ കടക്കാൻ സാധിക്കും. അതിനപ്പുറത്തേക്ക് ഇതിലൂടെ ഭരണമാറ്റം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഭൂരിപക്ഷം ഇടങ്ങളിലുമില്ല. എങ്കിൽ കൂടി മുന്നണികളെ സംബന്ധിച്ച് അവർ ഒരു വിലയിരുത്തലൊക്കെ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടത്തുന്നുണ്ട്. എന്തായാലും 28 ഇടങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ്. അല്പസമയത്തിന് തന്നെ വോട്ടെണ്ണൽ ആരംഭിക്കുകയും ചെയ്യും. ക്രിസ്റ്റീന.